ധീരശ്രീ സർവസൈന്യാധിപനുടെ കരവാൽ ഊഴിവന്നുള്ള ചെങ്കോലി രണ്ടിനും നമിക്കാത്തൊരു പഴയ മഹാശക്തി മീതേ ജയിപ്പൂ. സാരജ്ഞേ തൽപ്രയുക്തം നിയമമനുസരിച്ചിന്നു ലോകങ്ങളോരോ നേരത്തോരോ വിധത്തിൽ തിരിയുമതു തടുത്തിടുവാനാവതല്ല. പി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപം എന്ന കൃതിയിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ശ്ലോകമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇതിനു മുൻപ് വി സിയുടെ പല ശ്ലോകങ്ങളും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വി സിയെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിലാപം എഴുതുന്നതിന് കാരണമായ സംഭവത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. ശ്രീ കെ ഗോപാലകൃഷ്ണൻ സംശോധനം ചെയ്ത അദ്ദേഹത്തിൻ്റെ വി സിയുടെ കൃതികളിൽ അതിൻ്റെ ആമുഖത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: വിലാപം എഴുതുന്നതിന് അല്പം മുൻപ് വി സിയുടെ മാതാവ് മാധവിക്കുട്ടിയമ്മ പരലോകം പ്രാപിച്ചു. അന്ന് നാടാകെ പടർന്നു പിടിച്ചിരുന്ന വിഷൂചികാ രോഗമായിരുന്നു കാരണം. അമ്മയെ മാത്രമല്ല, വി സിയുടെ 2 അമ്മാവന്മാരെയും ഇളയ അനുജൻ മാനുണ്ണിയെയും ഈ പകർച്ചവ്യാധി അപഹരിച്ചു കളഞ്ഞു. തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന പണിക്കർ അമ്മയുടെ മരണവാർത്ത അറിഞ്ഞാണ് വീട്ടിൽ വന്നത്. ഈ സംഭവം വി സിയുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ആഘാതത്തിൻ്റെ ഫലമാണ് ഒരു വിലാപം എന്നും ഇത് ജ്യേഷ്ഠൻ തന്നെ പറഞ്ഞു താൻ കേട്ടിട്ടുണ്ടെന്നും വി സിയുടെ അനുജൻ കരുണാകര പണിക്കർ തറപ്പിച്ചു പറയുന്നു. പല അഭ്യൂഹങ്ങളുമൊക്കെ അതിനെക്കുറിച്ച് ഉണ്ടെങ്കിലും ഇതാവും കൂടുതൽ കൃത്യതയുള്ളത് എന്ന് നാട്ടാരെല്ലാം വിഷൂചീലഹളയിൽ ഉതിരുംകാലം എന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. രോഗത്തിൻ്റെ സന്ദർഭം: പൊന്നോമൽ ചെമ്പകത്തിൻ മലരടിമണിയും കാന്തതന്മെയ്യ് എല്ല തന്നോടൊപ്പിച്ചമർത്തി തഴുകി ഒരുവിധം ഗദ്ഗതം പൂണ്ടുരച്ചു. ദുഃഖത്തിൽ നിന്ന് കരകയറാനായിട്ട് ലോകതത്വങ്ങളും എല്ലാം പറയുന്നൊരു സന്ദർഭമാണ്. ധീരശ്രീ സർവസൈന്യാധിപനുടെ കരവാൾ ഊഴിവനുള്ള ചെങ്കോൽ ഈ രണ്ടിനും നമിക്കാത്തൊരു പഴയ മഹാശക്തി മീതേ ജയിപ്പു. സർവസൈന്യാധിപൻ്റെ കരവാള്, ഊഴിവൻ്റെ രാജാവിൻ്റെ ചെങ്കോല്, ഈ രണ്ടിനും നമിക്കാത്ത, അതിനെയൊക്കെ മുകളിലുള്ള പഴയ മഹാശക്തി മീതേ ജയിപ്പു. സാരജ്ഞേ തൽപ്രയുക്തം നിയമമനുസരിച്ച്, ആ ആൾ അല്ലെങ്കിൽ ആ ശക്തി പറയുന്ന നിയമമനുസരിച്ചാണ് ഇന്ന് ലോകങ്ങൾ ഓരോ നേരത്ത് ഓരോ വിധത്തിൽ തിരിയും. അത് തടുത്തിടുവാൻ ആവതല്ല. അതിനെ തടുക്കുവാൻ അല്ലെങ്കിൽ വിധിയെ തടുക്കുവാൻ നമുക്കാർക്കും സാധിക്കില്ല എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് തൃശ്ശൂർ ചേർപ്പ് ഊരകം സ്വദേശി KP ഗായത്രിയാണ്. ധാരാളം മത്സരങ്ങളിൽ സമ്മാനങ്ങൾ നേടിയിട്ടുള്ള ഗായത്രി മികച്ച ശ്ലോകക്കാരിയാണ്.